നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണേന്ദു MS, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഗർഭാശയ മുഴകളെക്കുറിച്ചും അതുവഴി ഉണ്ടാകുന്ന അമിത രക്തസ്രാവത്തെക്കുറിച്ചുമാണ്. യൂട്രൈൻ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതായത് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഗർഭാശയത്തിൽ വരുന്ന മുഴകൾ. പെരിമെനോപോസലായിട്ടുള്ള സ്ത്രീകളിൽ ആണ് യൂഷ്വലി ഇത് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രസൻറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് പേഷ്യൻസിന് ഇത് അഫക്റ്റ് ചെയ്യുന്നത്? മജോറിറ്റി ഓഫ് ദ കേസസിലും ഈ പേഷ്യൻസ് അമിത രക്തസ്രാവമായിട്ടാണ് നമ്മുടെ അടുത്ത് വരാറ്. അതല്ലെങ്കിൽ ഫൈബ്രോയിഡ്സ് കൊണ്ട് സ്ത്രീകൾക്ക് അത് യൂറിനറി ബ്ലാഡർ, അതായത് മൂത്രസഞ്ചിയിൽ പ്രഷർ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യണം, ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അമിത രക്തസ്രാവം കൊണ്ടുവരുന്ന അനീമിയ, അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ആയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്യാറ്. ഇതിന് സർജറി അല്ലാതെ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. അതിൻ്റെ മെയിൻ ഓപ്ഷനായിട്ടുള്ള യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ? ഒരു ചെറിയ സൂചി വഴി നമ്മളുടെ രക്തക്കുഴലിലൂടെ കയറി ഒരു ചെറിയ കത്തീറ്റർ വെച്ച് യൂട്രസിന് ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന യൂട്രൈൻ ആർട്ടറി, അതായത് ആ രക്തക്കുഴലുകളെ ബ്ലോക്ക് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ്റെ അഡ്വാൻറ്റേജസ്? എന്തെല്ലാമാണ് ഒരു സർജറി വെച്ച് നോക്കുമ്പോൾ ഈ പ്രൊസീജിയറിൻ്റെ ഗുണങ്ങൾ? ഒരു സർജറിക്ക് ആവശ്യമായ പോലെ 4-5 ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ആവശ്യമോ, പ്രൊസീജിയർ വഴി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഓപ്പറേഷൻ വഴി ഉണ്ടാകുന്ന രക്തസ്രാവമോ, പ്രൊസീജിയറിന് ശേഷം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ റിസ്കുകൾ, അങ്ങനെയുള്ള ചാൻസുകളെല്ലാം യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷനിൽ വളരെ കുറവാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട്, പ്രൊസീജിയറിനെ കുറിച്ച് അറിയാനായിട്ട് OPDയിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്.